ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനിരാഗം സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ആ ജയിൽ പുള്ളി ഉണ്ടല്ലോ, കൂടെ കിടക്കുന്ന അവരെ കൊണ്ട് കാലൊക്കെ തടവിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ആ സ്റ്റെഫി പറയുന്നുണ്ട്, അതെ നാളെ ഞാൻ പരോളിന് പോകാൻ വേണ്ടി പോകുകയാണ്, വാർഡൻ വരുമായിരിക്കും എന്നെ റിലീസ് ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും, അതെ പരോളിന് പോയിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്ന് അവർ സ്ത്രീ ചോദിക്കുമ്പോഴേക്കും സ്റ്റെഫി പറയണ്ട്, എന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ, ഓ ഇവള് പരോളിന് പോകുമ്പോ ആരെങ്കിലും തല്ലി കൊന്നാ മതിയായിരുന്നു എന്നിങ്ങനെ വിചാരിക്കാണ്. സ്റ്റെഫി ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിച്ചത്? ഒന്നും ആലോചിച്ചില്ല, നീ തിരിച്ചു വേണം വരാ, ഞാനിവിടെ ഒറ്റക്കാരിക്കുമല്ലോ എന്ന് ആലോചിച്ചതാ. നീ ആലോചിച്ച എന്താന്ന് എനിക്കറിയാം. അയ്യോ, സ്റ്റെഫി വിചാരിക്കുന്ന പോലെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ പരോള് കഴിഞ്ഞിട്ട് 2 ആഴ്ചയാണല്ലോ പരോളിന്റെ കാലാവധി, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാന്നാ വിചാരിക്കണത്. പിന്നെ അവിടെ പോയിട്ട് ഗംഗേനെ കാണണം. അല്ല പെങ്കൊച്ചെ, ഗംഗേനെ കുറിച്ച് ഇപ്പൊ വാർത്തയൊന്നും കേൾക്കുന്നില്ലല്ലോ, അവനാരെങ്കിലും എന്തിനും ചെയ്ത് കാണുമായിരിക്കോ? ജയിൽ പുള്ളിയാണല്ലോ, അവനിനി കൊന്നു കാണുമായിരിക്കും ആരെങ്കിലും. നിങ്ങൾ വേണ്ടാത്തത് പറയരുത് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും, അല്ല ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അവനെ പോലത്തെ ഒരു ആൺകുട്ടീനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തായാലും പരോളിന് ഇറങ്ങിക്കഴിയുമ്പോ അവനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവനെ ജീവിതത്തിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. എന്തായാലും ഇവനെപ്പോ എന്തായാലും നാട് കടന്ന് പോയിട്ടുണ്ടാവില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ അവൻ നാട്ടിൽ കടന്നിട്ട് തമിഴ്നാട്ടിലേക്ക് പോവുള്ളൂ. അതിനുശേഷം ഞാനും തമിഴ്നാട്ടിലേക്ക് പോകും. പിന്നെ ഞങ്ങൾ സ്വപ്നം കണ്ട പോലത്തെ ഒരു ജീവിതമായിരിക്കും എന്ന് സ്റ്റെഫി പറയുമ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, ഇനിയിപ്പോ അവനെ സ്നേഹിക്കുന്നുണ്ട്, ആ കൊലയാളിനെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ വീട്ടുകാരൊക്കെ നിന്നെ മറന്നില്ലേ, നിന്നെ വെറുത്തല്ലേ ജീവിക്കണത്, നിന്നെ തള്ളിക്കളഞ്ഞില്ലേ, അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഗംഗനെ പോലെ ഒരു ആണവത്തിനുണ്ടെങ്കിൽ അത് തന്നെ മതി, ധാരാളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ ദിലീപിനെയും രതീഷിനെയും ആട്ടോ. ദിലീപ് കിരണിനോട് ഇങ്ങനെ ചോദിക്കണ്ടല്ല, അവരുടെ വിവാഹം ഇത്ര പെട്ടെന്ന് നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ കിരൺ പറയണ്ട, അത് വേണം ദിലീപെ, കാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞതല്ലേ, ആ ഗംഗപ്രസാദിന്റെ കാര്യം, ഇനി അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഇല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണമല്ലോ, അതിനാണ് അവരുടെ വിവാഹം ഇവിടെ നിന്ന് നടത്തിക്കൊടുത്തത്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഇനി മനസ്സൊന്നും മാറി ഒന്നും സംഭവിക്കണ്ട, വേലൊരു പാവമല്ലേ, അവനെ സ്നേഹിച്ച് അവന്റെ കൂടെ ഭാര്യയായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ ആരും നോക്കൂല, അവളുടെ മനസ്സും പതറില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് കിരൺ പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ വേലും അതുപോലെ തന്നെ അമലും നമ്മുടെ മൂപ്പത്തിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാ ശരി സാറേ, ഞങ്ങളെന്ന് ഇറങ്ങിക്കോട്ടെ എന്നിങ്ങനെ വേലു ചോദിക്കുമ്പോഴാ, ഞങ്ങൾ എന്തായാലും അവിടെ വരെ കൊണ്ടാക്കാം, പിന്നെ നിങ്ങളുടെ ആ കാട്ടിൽ വെച്ച് മാരേജ് നടക്കുമ്പോഴേ ആ ഡേറ്റ് ഞങ്ങൾക്ക് പറയണം കേട്ടോ, അതിന് 2 ദിവസം മുമ്പേ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. പിന്നെ കാർത്തിക്കും ദിലീപിനും അതൊരു ഹണിമൂൺ ട്രിപ്പും ആവുമല്ലോ. എന്തായാലും അവിടെ നല്ല അടിച്ചു പൊളിച്ച്, നമുക്ക് അവിടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് ദിലീപ്, അവിടെ നമുക്ക് ഇവിടെ വിവാഹമൊക്കെ അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം, ഒരാഴ്ച നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം, എങ്ങനെയുണ്ട്? അപ്പൊ വേലു പറയുന്നുണ്ട്, അയ്യോ ഒരാഴ്ചയല്ല, എത്ര നാള് വേണമെങ്കിലും കാത്തിരുന്നോ എന്ന് പറയാണ്. കിരൺ പറയുന്നുണ്ട് വേലുവിനോട്, എടാ നിങ്ങൾക്ക് ഇങ്ങനെ കാട് മടുക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോട്ടോ. വേലു പറയുന്നുണ്ട്, അയ്യോ സാറേ ഞങ്ങൾക്ക് ഒരിക്കലും കാട് മടുക്കില്ല, കാട് തന്നെയാണ് സാറേ നല്ലത്, നാടിനേക്കാളും നല്ലത് കാടാണ്. നിങ്ങൾ കല്യാണത്തിന് വരുമ്പോ അത് നന്നായിട്ട് മനസ്സിലാകും. കാട്ടിലുള്ളവരൊക്കെ പാവങ്ങളാ സാറേ, ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും അവർക്ക് അറിയില്ല എന്ന് വേലു പറയാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, വേലുവിനെ ഞാൻ ഇവിടെ ജോലി കൊടുക്കാം, താമസിക്കാൻ ഇവർക്കൊരു വീട് അറേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ ഇവർക്ക് കാട് തന്നെ മതി. അപ്പോ മൂപ്പത്തി പറയുന്നുണ്ട്, അത് അങ്ങനെയാ സാറേ, ഞങ്ങള് കാടിന്റെ മക്കളായിട്ട് ജീവിച്ചതല്ലേ, പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ പോകുവാണ്, കാരണം അമലുവിന്റെ അച്ഛൻ മരിച്ചിട്ട് അധികം നാളൊന്നും അമലു അവിടെ നിന്നില്ലല്ലോ, എല്ലാവരും ഇവരെയും കാത്തു നിൽക്കാണ്. പിന്നെ അടുത്ത മൂപ്പം വേലുവാണല്ലോ, അപ്പൊ അവിടെ കുറച്ച് ജനങ്ങളെ ഉള്ളൂ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കൂ നടത്തുകയൊക്കെ വേണ്ടേ എന്നൊക്കെ പറയാണ്. എന്തായാലും ഞങ്ങൾ നിങ്ങളെ ഇനി നിർബന്ധിക്കണില്ല, അവിടെ വരുമ്പോ നമുക്ക് അടിച്ചു പൊളിച്ച് കാണാം, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചോളൂട്ടോ, എന്താവശ്യം വന്നാലും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് എല്ലാ കല്യാണി, പിന്നല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കയറി വരാം, സ്വന്തം വീട് പോലെ. അപ്പൊ വേലു പറയണ്ട് ദിലീപിനോട്, സാറെ പേടിക്കൊന്നും വേണ്ടട്ടോ, കാർത്തിക് മേഡം പേടിക്കണ്ട, ഇനി ഗംഗപ്രസാദിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയാണ്. അപ്പൊ രതീഷ് പറയണ്ട്, അതെ ഇനി അവരുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ദിലീപ് അപ്പൊ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് ലക്ഷ്മിയമ്മ വരുവാണ്. അതെ ഒന്ന് നിന്നേ, എനിക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ കല്യാണം ഇങ്ങനെ എന്ത് സമ്മാനം ഞാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയുടെ കയ്യിൽ വലിയൊരു പെട്ടിയുണ്ട് കേട്ടോ, ആഭരണ പെട്ടിയുണ്ട്. അത് വേഗം തന്നെ ലക്ഷ്മിയമ്മ അടുത്തേക്ക് വന്നിട്ട് അമലുവിനോട് പറയണ്ട, അമലു എനിക്ക് നിനക്കൊരു സമ്മാനം തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പെട്ടി തുറന്നുള്ള കനമുള്ളൊരു മാല എടുത്തിട്ട് അമലുവിന്റെ കഴുത്തിലേക്ക്
താലിയൊക്കെ ഇട്ടുകൊടുക്കാണ്. അത് കാണുമ്പോ മൂപ്പത്തിയുടെ കണ്ണ് നിറയാട്ടോ. അപ്പൊ അമലു പറയണ്ട, അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. വേണ്ടായിരുന്നോ? ഇതിനേക്കാളും കൂടുതൽ സമ്മാനം എനിക്ക് നിനക്ക് തരണോന്നുണ്ട്. കല്യാണി പറയണ്ടേ, അതെ അതെ, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു റിസപ്ഷനും ഇവരെ ഇവിടെ നിർത്താനും വേണ്ടി വിളിക്കാം. ഒരു വിരുന്ന് വരവ് ഉണ്ടാവുമല്ലോ. അപ്പൊ വിരുന്നിന് വരുമ്പോ ഇവിടെ റിസപ്ഷൻ നടത്താം. അന്ന് ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറയാണ്. എങ്കിൽ കല്യാണി നമുക്ക് ഇവരെ പുഴക്കരയിൽ വരെ ആക്കിയിട്ട് വന്നാലോ? പോയിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും യാത്ര പറഞ്ഞ അമലും വേലും മൂപ്പത്തെയും കൂടി കിരണിന്റെ കാറിലേക്ക് കയറാണ്. കിരണും കല്യാണി കയറുന്നുണ്ട് അവരെ കൊണ്ടാക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് അവരങ്ങ് പോകുവാണ്. പിന്നീട് കാണിക്കുന്ന സ്റ്റെഫിനെ തന്നെയാണ്. സ്റ്റെഫി ഇങ്ങനെ ആ കൂടെ കിടക്കുന്ന ആ സ്ത്രീ എടുത്ത് പറയേണ്ടത്, അതെ വാർഡൻ ഇപ്പൊ വരും, എന്നെ റിലീസ് ചെയ്യും. ഓ, ഞാൻ സ്വപ്നം കണ്ട പോലെ ഞാൻ പുറത്തേക്ക് പോവാ. അല്ലടി, ഞാൻ പുറത്തേക്ക് പോകുമ്പോ നിന്റെ ആരെങ്കിലും കാണണോ? എന്തെങ്കിലും പറയണോ? ഒന്നും പറയൊന്നും വേണ്ട. അല്ല, നിനക്കിനിപ്പോ എപ്പോഴാ പരോള് കിട്ടുന്നത്? സ്റ്റെഫി ചോദിക്കുമ്പോ, ഞാൻ 5-6 കൊല്ലമായില്ലേ കൊച്ചു ഇവിടെ കിടക്കണത്. 5-6 പ്രാവശ്യം എനിക്കും പരോള് കിട്ടിയതാണ്. പിന്നെ എനിക്ക് വിഷുവിനെ പരോള് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരോള് കിട്ടുകയാണെങ്കിൽ എനിക്ക് 2-3 പേരെ കാണാനുണ്ട്. ആരെ അടി എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോ, എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഒരു 2-3 പേരാ. അവര് പോണം. വിഷുവൊക്കെ അല്ലേ, വിഷുക്കൈ നീട്ടം കൊടുക്കണം. അവര് കാരണമാണല്ലോ ഞാൻ ജയിലിൽ കിടക്കണത് എന്ന് പറയുമ്പോ സ്റ്റെഫി വേണ്ട, എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറയാണ്. സന്തോഷാവാ, ഇവിടുന്ന് പോകുമ്പോഴേക്കും എനിക്ക് എന്റെ ഗംഗേനെ കാണാലോ എന്നൊക്കെ സ്റ്റെഫി ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ സ്ത്രീ മനസ്സിൽ വിചാരിക്കുകയാണ്, അവളുടെ ഒരു ഗംഗ, ഇവളും ചത്തു അവനും ചത്താലേ ഇനി ഇവിടെ സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ ഇനി വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പിന്നീട് കാണിക്കണത് സരയുനെയാണ്. സരയു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ താര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. താര ചോദിക്കണ്ടേ, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്നിങ്ങനെ ആക്ഷൻ ചോദിക്കുകയാണ്. അപ്പൊ സരയു പറയണ്ടേ, ഞാൻ എന്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നു. എന്റെ ജനനവും ഞാൻ എന്റെ വളർച്ചയൊക്കെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനിച്ചത് അമ്മയുടെ വയറ്റില്, എന്നിട്ട് ഞാൻ വളർന്നത് ഷാരി അമ്മയുടെ കൂടെ, ആ സ്വന്തം അമ്മയായിട്ട് ഞാൻ കണ്ടു വളർന്നത്. അന്ന് ഞാനൊന്നും നിലത്തൊന്നും അല്ലായിരുന്നു, അങ്ങ് ഉയരത്തിലായിരുന്നു. ഇപ്പൊ ഞാൻ കിരണിന്റെ വിവാഹം കഴിച്ചെങ്കിലും ഞാൻ താഴത്തേക്കൊന്നും നോക്കില്ലായിരുന്നു. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ ആയത് നന്നായി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും സ്വാർത്ഥത ഇല്ലാത്തതും അതുപോലെ തന്നെ ഇത്രയും കുശുമ്പും കുഞ്ഞായ്മയില്ലാത്ത സ്വഭാവമൊക്കെ മാറി ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് ഞാൻ തിരിച്ചത് അതുകൊണ്ടിട്ടാണ്. ഇനി എങ്ങാനും കിരണിന്റെ ഭാര്യ ഞാൻ ആവുകയാണെങ്കിൽ നല്ല സ്വഭാവത്തിൽ അവന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിറവേറ്റി കൊടുക്കുന്ന നല്ലൊരു ഭാര്യയായിട്ട് ഞാൻ അവന്റെ കൂടെ തന്നെ ജീവിക്കും എന്ന് സരയു പറയുമ്പോ അത് കേട്ട് താരയുടെ മുഖം മാറാണ്. സരയു പറയുന്നുണ്ട്, അമ്മയുടെ മുഖം മാറുന്നുണ്ടല്ലേ, അമ്മക്ക് കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ. കല്യാണിനെ കുറിച്ച് ആലോചിച്ചിട്ട് ദേ കുറ്റബോധം തോന്നി. എന്റെ മനസ്സിൽ ഉദ്ദേശം കല്യാണെടുത്തോ കിരണെടുത്തോ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ അമ്മനെ ഉപേക്ഷിച്ച് എന്റെ ഭർത്താമ്മയുടെ അടുത്തേക്ക് പോകും. അവര് എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കാണ്. മാത്രമല്ല എന്റെ ഉദ്ദേശത്തിന് പറഞ്ഞ ഞാൻ പിന്നെ മരിച്ചു കളയും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സരയു പറഞ്ഞിട്ട്, ഞാനേ ഒന്ന് അച്ഛനെ കാണാൻ വേണ്ടി പോവാം. മുമ്പ് അച്ഛൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു കല്യാണിൽ ഇല്ലാതാക്കിയിട്ട് കിരണിനെ സ്വന്തമാക്കണമെന്ന്. അന്നൊന്നും ഞാനത് കേക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞത് തന്നെയായിരുന്നു ശരി. ഞാനേ ജയിലിലേക്കൊന്ന് പോവാം അച്ഛനെ കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോകുന്നുണ്ട്. താരക്ക് വല്ലാതെ വിഷമം തോന്നാട്ടോ സരയുവിന്റെ ഈ സ്വഭാവമൊക്കെ കാണുമ്പോഴേക്കും. പിന്നീട് കാണിക്കുന്ന വീണ്ടും കിരണിനെയും കല്യാണിനെയാണ്. അവരെയും അമലുവിനെയും വേലിനെയും പുഴക്കരയിൽ കൊണ്ടാക്കിയതിനു ശേഷം തിരിച്ചു വരുവാട്ടോ. അപ്പോ കിരൺ പറയണ്ട, അതെ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതിയോ? അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി എല്ലാവരും അവരുടെ കാര്യത്തിൽ എൻഗേജ് ആവാൻ വേണ്ടി പോവാ. നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ? അപ്പൊ കല്യാണി ഇങ്ങനെ നോക്കാണ്. അതെ കമ്പനിയിൽ പോകണ്ടേന്ന്. അപ്പൊ കല്യാണി പറയണ്ട, കമ്പനി പോണ മുമ്പ് നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും പോകണ്ടേ? പോണം. എന്തായാലും നമുക്കൊന്ന് ലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അത് മാത്രല്ല കമ്പനിയിലെ കാര്യങ്ങൾ ഹരിയേട്ടൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ സരയു ഉണ്ടല്ലോ, അവള് നന്നായിട്ട് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സരയുവിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ട്. എല്ലേ കിരണേട്ടാ, അതൊക്കെ മാറ്റിയെടുക്കാടോ. അതെ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി. ആ മനോഹരനെ ഒരിക്കലും കുഞ്ഞിനെ കാണിക്കാൻ പോവാൻ പാടില്ലായിരുന്നു. അവൻ കണ്ട എത്ര പെണ്ണുങ്ങളെ കണ്ണീര് കുടിച്ചത്. ആ പെണ്ണുങ്ങളുടെ മുഖം നമ്മളൊരു നിമിഷം ആലോചിക്കായിരുന്നു. എത്ര നല്ല നല്ല പെണ്ണുങ്ങളെ നമുക്ക് അറിയാലോ കല്യാണി. അവരുടെയൊക്കെ മുഖം ആലോചിച്ചെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ലായിരുന്നു. അത് എന്റെ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞു മനോഹരന്റെ കൂടെ കൂടിയതിന്. അവൻ ഇപ്പൊ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ അവനല്ലേ. എത്ര കുടുംബങ്ങളെ അവനെ അനാഥനാക്കിയത്, എത്ര കുഞ്ഞുങ്ങളുടെ ജീവിതം അവൻ നശിപ്പിച്ചത്. അതുകൊണ്ട് ഇനി അവന്റെ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കല്യാണി. അതേ കിരണേട്ടാ, ഇനി ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുക. അവന്റെ കത്ത് വന്നാൽ ഞാനും അത് വായിക്കില്ല എന്ന് കല്യാണി പറയുന്നുണ്ട്. ശേഷം കിരൺ പറഞ്ഞിട്ട്, നമുക്കേ ഒന്ന് ലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ സരയു അവളുടെ കാര്യങ്ങളൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. നിന്നോടുള്ള അവളുടെ ദേഷ്യമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. കല്യാണി പറഞ്ഞിട്ട്, ദേഷ്യം മാറില്ലെങ്കിൽ കിരണേട്ടൻ അവളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറിയാൽ മതി. അവളിനി ഒരിക്കലും പഴയ സ്വഭാവത്തിലേക്ക് പോകരുത് എന്ന് കല്യാണി കിരണിനോട് പറയാണ്. പിന്നീട് കാണിക്കുന്ന സ്റ്റെഫിനെ ആട്ടോ. സ്റ്റെഫി നമ്മുടെ ഗംഗയുടെ കൊണ്ടായ 2 ഗുണ്ടകളുണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ അവര് പറയണ്ട, അന്ന് കാർത്തികയുടെ വിവാഹ ദിവസം അവൻ അകത്ത് പോയിരുന്നു. പിന്നെ അവനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല.
അത് കേട്ടിട്ട് നമ്മുടെ സ്റ്റെഫി പറയുന്നുണ്ട് അപ്പൊ അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ അവനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം. പോലീസിന് സഹായം ചോദിക്കാം, ഞാൻ പോലീസിലൊരു പരാതി കൊടുക്കാം എന്ന് സ്റ്റെഫി പറയുമ്പോ ആ ഗുണ്ട പറയുന്നുണ്ട്, അല്ല സ്റ്റെഫി, ഗംഗേനെ കാണുന്നില്ലെന്നും പരാതി കൊടുത്താ പോലീസുകാരൊക്കെ അന്വേഷിക്കോ? അല്ല, അവൻ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നതല്ലേ? അത് ശരിയാണ്, എന്നാലും ഒരു പരാതി കൊടുക്കണം. അവനെങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാനും പോകും അവൻ പോയ ആ ലോകത്തേക്ക്. മാത്രല്ല, പക്ഷെ പോണ മുമ്പ് അവന്റെ ആഗ്രഹം തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ. അവൻ എപ്പോഴും പറയലോ, ലക്ഷ്മിയമ്മേനെയും കാർത്തികനെയും പിന്നെ അവളെ കെട്ടിയ അവനെയും ആ 3 പേരും ഇല്ലാതാക്കണം, പിന്നെ കിരണിനെയും കല്യാണിനെയും ഇല്ലാതാക്കണം. അതാണ് എന്റെ ആഗ്രഹം. അതിനുശേഷം അവൻ പോയ ലോകത്തേക്ക് ഞാൻ പോവുള്ളൂ. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാൻ പോവാണ്, എന്റെ ഗംഗേനെ കാണാനില്ലെന്ന് പരാതി. അപ്പൊ അതിനൊരു ഗുണ്ട പറയണ്ട്, അവനിവിടെ ഉള്ള സമയത്ത് എപ്പോഴും നിന്റെ കാര്യം പറയുമായിരുന്നു എന്ന് പറയാണ്. സ്റ്റെഫി പറയണ്ട്, എനിക്കറിയാം, എനിക്ക് അവൻ ഓരോരോ കൊടും ക്രൂരതകൾ ചെയ്യുമ്പോൾ എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടി വരുമായിരുന്നു. അവനെ പോലത്തെ ഒരു ആൺവൃത്തിനെ കെട്ടാനായിട്ട് എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹവും വല്ലാത്തൊരു സ്നേഹവും പ്രണയവും ഒക്കെ ആയിരുന്നു. അതിപ്പോഴും കൂടി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയണം എന്ന് സ്റ്റെഫി പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.